ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലം നമ്മെ വിട്ട് കടന്നുപോയ സായനത്തിൽ നമ്മൾ വന്നെത്തിച്ചേർന്നിരിക്കുന്നു. മദ്യത്തിനും ലഹരി പദാർത്ഥങ്ങൾക്കും എതിരായ സുവിശേഷ സന്ദേശം. മദ്യം നമ്മുടെ തലമുറകളെ നശിപ്പിച്ചുകൊണ്ട് ആയിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയും. അതിന്റെ സാന്നിധ്യം ഒട്ടനവധി പേരെ മദ്യവും ലഹരി എന്ന ഈ വസ്തുക്കൾ ഒത്തിരി പേരുടെ കുടുംബങ്ങൾ, കുടുംബജീവിതങ്ങൾ, കുടുംബ ബന്ധങ്ങൾ തകർക്കുന്ന അനുഭവത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. ഇന്ന് മനുഷ്യൻ മദ്യത്തിനും ലഹരിക്കും അടിമയായി ജീവിക്കുന്നു. എന്തിനാണ് ജോലി ചെയ്യുന്നത്? എന്തിനാണ് അവൻ ധനം സമ്പാദിക്കുന്നത്? ലഹരിക്ക് വേണ്ടി. ലഹരിയുടേതായ അനുഭവത്തിനും ലഹരി ഇല്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. വളരെ വ്യക്തതയോടെ ലഹരിക്ക് വേണ്ടിയിട്ട് എഴുന്നേൽക്കുന്നു, ലഹരിക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഈ ലഹരിക്ക് വേണ്ടി സമ്പത്തുകൾ കണ്ടെത്തിയിട്ട് ആ സമ്പത്ത് ഉപയോഗിച്ച് ലഹരി ശരീരത്തിൽ ആ ലഹരിയുടേതായ അടിമത്തത്തിൽ ആകുമ്പോൾ പിന്നെ തന്റെ മുൻപിലുള്ള ആരെയും തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. ആ ലഹരിയിൽ താൻ പിടിപെട്ട് മാറുമ്പോൾ തന്റെ മുൻപിലുള്ള മാതാവാകട്ടെ, പിതാവാകട്ടെ, മക്കളാകട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, സഹോദരങ്ങളാകട്ടെ, ആരെയും തിരിച്ചറിയുവാനോ ആരെയും മനസ്സിലാക്കുവാനോ ആരും പറയുന്നത് ഉൾക്കൊള്ളുവാനോ അംഗീകരിക്കുവാനോ കഴിയാത്ത സാഹചര്യത്തിൽ മുന്നേറുന്ന ഒരു പ്രവണതയാണ് മനുഷ്യനിൽ കാണുന്നത്. പ്രിയ ദേശ നിവാസികളെ, പ്രിയപ്പെട്ടവരെ, ലഹരികൾക്ക് വളരെയേറെ ആ ലഹരി ഉപയോഗിച്ച് പ്രതിസന്ധിയിലാകുന്ന അനുഭവത്തെക്കുറിച്ച് കാണാൻ കഴിയുന്നു. ഇന്ന് ചെറിയ തലങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവരെ, മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന ഓരോ തലങ്ങളിൽ തിരിഞ്ഞു പഠിക്കുന്ന തലമുറകൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ലഹരിക്ക് അടിമയാകുന്നു. ആൺ പെൺ വ്യത്യാസമില്ലാതെ സ്മോക്കിംഗ് ചെയ്യുന്നു, വീടി വലിക്കുന്നു, സിസർ ഐറ്റങ്ങൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് MDMA പോലുള്ള മാരകമായ ലഹരി വസ്തുക്കൾ അവർ ഉപയോഗിക്കുന്നു. ഒരിക്കൽ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളില് വെറ്റില അല്ലെങ്കിൽ ബാക്കി ഇങ്ങനെ മുറുക്കാൻ എന്ന് പറയപ്പെടുന്ന സാധനങ്ങൾ പുകയിലേക്ക് വെച്ച് ജിണ്ടാൻ എന്നൊക്കെ വെച്ച് അത് ഒരു കൂട്ടം മനുഷ്യർ അത് ഉപയോഗിച്ച് വന്നു. പാരമ്പര്യം പിന്തുടർന്ന തലമുറകളുമുണ്ട്. ഇന്ന് അതൊക്കെ നമ്മുടെ ദേശത്തു നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും മാറി പോയിക്കൊണ്ടിരിക്കപ്പെടുമ്പോൾ നമ്മുടെ പിതാക്കന്മാർ പോലും അറിയാത്ത മാരകമായ ലഹരി വസ്തുക്കൾ വന്നുകൊണ്ടിരിക്കുന്ന അനുഭവം. മദ്യഷാപ്പുകൾ, വിദേശ മദ്യങ്ങൾ, അങ്ങനെയുള്ള സംവിധാനങ്ങൾ, അതിനുവേണ്ടി ക്യൂ നിൽക്കുക, വാങ്ങുക, കുടിക്കുക, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ. അതുപോലെ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് മദ്യം ഉണ്ടാക്കുകയും അത് സെയിൽ ചെയ്യുകയും ചെയ്യുന്നവന് ലാഭവും അത് കാശ് കൊടുത്ത് വാങ്ങി കുടിക്കുന്നവൻ സമ്പത്തുള്ളവനാണെങ്കിലും മുടിഞ്ഞു പോകുന്ന അനുഭവം, നശിച്ചു പോകുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ സമ്പത്ത് മദ്യത്തിനും ലഹരി പദാർത്ഥങ്ങൾക്കും വേണ്ടി വസ്തുവകയുണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ പറമ്പുകൾക്കകത്ത് വൃക്ഷങ്ങളുണ്ടെങ്കിൽ വെട്ടി വിൽക്കുക. ഭവനത്തിന് വലിയ വലിയ വസ്തുക്കളുണ്ടെങ്കിൽ നശിപ്പിക്കുക.
ഓർണിസുകൾ ഭാര്യയുടെ മക്കളുടെ പക്കലുണ്ടെങ്കിൽ അതിനെ കൊണ്ട് പണയം വയ്ക്കുക. എല്ലാ തലത്തിലും മദ്യവും ലഹരി പദാർത്ഥവും വാങ്ങി ഉപയോഗിക്കുന്നവൻ പൂർണ്ണമായി കാണുവാൻ കഴിയുന്നത് തകരുന്ന ഒരനുഭവത്തിലാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ സമീപത്ത് ഓരോ പ്രിയപ്പെട്ട മദ്യപാനികളായിരിക്കുന്ന മനുഷ്യരെ നാം നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന ഏക കാര്യമാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു മദ്യവും ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്നവന്റെ ഭവനം നല്ല രീതിയിൽ പണിയപ്പെടുന്നു. പക്ഷേയോ അതുപോലെ തന്നെ അവന്റെ മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു, അവർക്ക് നല്ല ഭാവികളൊക്കെ കിട്ടുന്നു. ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ മദ്യത്തിൻ്റെതായ ലഹരി പദാർത്ഥത്തിന്റെ മദ്യത്തിൽ വന്ന് അതിനടിമയായി കഴിയുമ്പോൾ അവന്റെ സമ്പത്ത് മുഴുവൻ നഷ്ടമാകുന്നു. ഓമനത്വമായ നല്ല മക്കൾ, ആൺ പെൺ മക്കളാകട്ടെ, അവർ ആ വിദ്യാഭ്യാസമില്ലാതെ സ്വാഭാവികമായി തളർന്നും നല്ലൊരു ഭാവിയിൽ പ്രവേശിക്കുവാൻ കഴിയാതെ കിടക്കുന്ന അനുഭവം. നല്ല ഭവനങ്ങൾ ഒരു ഘട്ടം പണിതീർത്ത് പിന്നെ പൂർത്തീകരിക്കുവാൻ കഴിയാതെ 15-20 വർഷം കൊണ്ട് അത് നിർമ്മിച്ച് കിടക്കുന്ന അനുഭവം. വൈദ്യുതി ക്രമീകരണങ്ങൾ ചെയ്തെടുക്കുവാനോ അതിന്റെ വയറിങ് ചെയ്തെടുക്കുവാനോ കഴിയാതെ തകർന്നു കിടക്കുന്ന ഭവനം, ചുവരുകൾ തേക്കുവാൻ കഴിയാതെ അത് ശോചനീയമായ അവസ്ഥയിൽ കിടക്കുന്ന ഭവനം, തട്ട് തേക്കുവാൻ കഴിയാതെ ചോർന്നിരിക്കുന്ന ഭവനം, 10-15 വർഷം കൊണ്ട് അത് പൊളിച്ച് മാറ്റേണ്ട ഒരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്ന അനുഭവങ്ങൾ. രാത്രി സുരക്ഷതയോട് കിടന്നുറങ്ങുവാൻ കഴിയുന്നില്ല. ജനൽപാളികൾ, അത് ജനലുകളുണ്ട്, പക്ഷേ പാളികളില്ല. കാരണം അത് ഓപ്പണായി കിടക്കുന്ന അനുഭവങ്ങൾ. ഭവനമുണ്ട്, ഏതൊരു ക്രമീകരണവുമില്ലാത്ത ഒരനുഭവം. പക്ഷേ മദ്യപാനിയായ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന സഹോദര, പ്രിയപ്പെട്ടവനെ, നിന്റെ തലമുറകൾ ഈ കഷ്ടത അനുഭവിക്കുമ്പോൾ നിന്നേക്കാൾ തകർന്ന നിലവാരത്തിൽ താണതട്ടിലേക്ക് അവർ ഇറങ്ങി ചിന്തിക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ മദ്യവും ലഹരിയും ഉപേക്ഷിക്കുക, കഞ്ചാവിനെ അടിമയാകുന്ന അനുഭവം. ഇതൊക്കെ എന്തിനാണ് നീ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നേട്ടം? ഒരു നേട്ടവുമില്ല. നല്ല ആരോഗ്യമുള്ള ശരീരമുള്ളവരെ, ആരോഗ്യമുള്ള ശരീരസ്ഥരെ, നിങ്ങൾ ഇത് വാങ്ങി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ രോഗികളായിത്തീരുന്നു, ബലം നഷ്ടപ്പെട്ടവരായിത്തീരുന്നു. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്? ഓരോ സ്മോക്കിംഗ് അത് ചെയ്യുന്ന വ്യക്തി, അത് സ്മോക്കർ, ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമുണ്ട്. ഈ താൻ വലിച്ച് താൻ മാത്രം നശിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കപ്പെടുമ്പോൾ താൻ ചെയ്യുന്നതായ ആ സ്മോക്കിങ്ങിലൂടെ ആ പുക തന്നെ നശിപ്പിക്കുന്നതോടൊപ്പം അത് താൻ വലിച്ചൂതിയിടുമ്പോൾ തന്റെ അടുക്കിലുണ്ടാകുന്നവർക്കും അസുഖങ്ങൾക്ക് കാരണമാകുന്നു. ശ്വാസം മുട്ടൽ, മറ്റതുപോലെ ഗർഭവതിയായിരിക്കുന്ന സഹോദരന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഉദരത്തിനകത്തോടുന്ന കുഞ്ഞിങ്ങനെ ഇങ്ങനെ മാരകമായ രോഗം. പ്രിയമുള്ളവരെ, നിസ്സാരമായി നമ്മൾ അത് ചെറിയൊരു കാര്യമല്ലയോ എന്ന് വെച്ച് വിടുന്ന കാര്യം അനവധി പേർക്ക് രോഗം പരത്തുന്ന അനുഭവം. എത്രയോ തലമുറകൾ നല്ല വിദ്യാഭ്യാസം ചെയ്തിട്ട് ആ വിദ്യാഭ്യാസത്തിൽ ഒരു പൂർത്തീകരണം വരാൻ കഴിയാതെ ലഹരി അവരുടെ വിദ്യാഭ്യാസത്തെ തകർത്തു എന്ന് കാണാൻ കഴിയുമോ? എത്രയോ നല്ല കുടുംബജീവിതങ്ങൾ, നല്ല കുടുംബക്കാരുടെ അവരുടെ മകനെയും മകളെയും ചേർത്ത് കൊടുക്കും, വളരെ ബന്ധുമിത്രാദികളും എല്ലാവരും കൂടിയൊക്കെ വളരെ ആഘോഷകരമായി സന്തോഷകരമായി കാര്യങ്ങളൊക്കെ നിശ്ചയിക്കും. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് പ്രവേശിച്ച മദ്യപാനം തുടങ്ങാൻ ഭാര്യയുടേതായ ഓർണിസാകട്ടെ വസ്തുതകളായിട്ട് തോരുന്ന നശിപ്പിക്കാൻ തുടങ്ങും. 1-2 പിള്ളേരാകും. അവിടെ പിന്നെ അടിയായി പിടിയായി, പിന്നെ കോടതിയിൽ പോകുക, വിവാഹബന്ധം വേർപെടുത്തുക. പിന്നെ കാണാൻ കഴിയുന്നത് മക്കൾക്ക് ബോധിച്ചതുപോലെ, അമ്മയ്ക്ക് ബോധിച്ചതുപോലെ, അപ്പന് ബോധിച്ചതുപോലെ ഒരു കുടുംബജീവിതം തകർന്ന് നിഷ്കണ്ടകന്മാരായ ക്രൂരന്മാരെ ജനിപ്പിക്കുന്ന മാതാപിതാക്കളുടേതായ കാലഘട്ടമാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് മക്കൾ അമ്മയപ്പന്മാരെ കൊല്ലുന്നു, അമ്മയപ്പന്മാരോട് സ്നേഹമില്ല. ഇങ്ങനെയൊക്കെയുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ഉപയോഗിക്കുന്ന ചെറിയ മദ്യവും ചെറിയ ലഹരിയും, നീ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ചെറിയ വാക്കുകൾ പറയപ്പെടുമ്പോൾ അത് കേട്ടും അതിന്റെ തണലിൽ വളരുന്ന കുഞ്ഞുങ്ങൾ അതിന്റെ ഭാഗമാത്രമായി തീരുന്നു എന്ന് സഹോദരരെ അല്ലെങ്കിൽ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
നിങ്ങൾ ചെറുത് ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങളുടെ മക്കൾ വലിയത് ചെയ്തിട്ട് നിങ്ങളെയൊക്കെ കീഴ്പ്പെടുത്തുന്ന, നിങ്ങളെയൊക്കെ തകർക്കുന്ന ഒരനുഭവത്തിലേക്ക് വരുന്ന അനുഭവം. അതായത് അവർ ലഹരിയുടെ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് അവർ താനും നശിച്ച് തന്നോടൊപ്പം ഒട്ടനവധി പേരെ നശിപ്പിക്കുന്ന ഒരു കൊടും ക്രൂരതയുടെ അനുഭവത്തിലേക്ക് വരുന്നു. മദ്യത്തിന് വേണ്ടി, ലഹരിക്ക് വേണ്ടിയിട്ടും അനവധി പേരെ അടിച്ചു വീഴ്ത്തി അവരുടേതായ ധനം കവരുന്നു, അവരുടേതായ ഓർമ്മസുകൾ കവരുന്നു, അവരുടെ ഭവനം കവർന്നെടുക്കുന്ന അനുഭവം. ഈ വൈകിയ വേളയിൽ ഞാനിത് ഈ സന്ദേശം വിളിച്ചുറപ്പിക്കപ്പെടുമ്പോൾ ആരുടെ ഉള്ളറകളുടെ മേൽ, ഏതോ തലമുറകളുടെ മേൽ, ഏതോ കുടുംബത്തിന്മേൽ അത് യാഥാർത്ഥ്യമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തെക്കുറിച്ചെന്ന് നിങ്ങൾക്ക് തോന്നുന്ന വാസ്തവമാണ്. അതിന്റെ അനുസരിതപൂർണമായ കാര്യം നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം ഈ മദ്യത്തെ നമുക്ക് വേണ്ട. ഈ മദ്യം സ്കൂൾ തലങ്ങളിലാകട്ടെ മറ്റു തലങ്ങളിലാകട്ടെ മദ്യവും ലഹരിയും ചില കുടുംബങ്ങൾക്കകത്ത് ചില മനുഷ്യർ കൂട്ടുകാരെയൊക്കെ പിടിച്ച് മദ്യപിക്കാറുണ്ട് വീട്ടിനകത്തിൽ നിന്ന്. പല പ്രാവശ്യമാകുമ്പോൾ ആ വീട്ടിനകത്തുള്ള സഹോദരിയെ തന്റെ സ്നേഹിതർ വശീകരിച്ച് എടുക്കുന്ന അനുഭവങ്ങളെ കുറിച്ച് കാണാൻ കഴിയും. ഒരു കുടുംബത്തിനകത്ത് അമ്മയ്ക്കും അപ്പനും നല്ല ജോലി, 4 മക്കൾ, 2 പെൺമക്കൾ, 2 ആൺമക്കൾ. അവിടെ ഏകദേശം ഇന്ന് ഒരു 44 വയസ്സോളം വരുന്ന മകൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല, മരിച്ചു. താനൊരു വിവാഹത്തിനായി ഒരു കുഞ്ഞായി തന്റെ തന്നോടൊപ്പമുള്ള സ്നേഹിതരെ വിളിച്ച് മദ്യപിക്കുന്ന ശീലം. ഇങ്ങനെ നിരന്തരമായി മദ്യപിച്ച് വന്നപ്പോൾ ഈ സ്നേഹിതനാകട്ടെ തന്റെ ഭാര്യയും കുഞ്ഞിനെയും കൊണ്ടുപോയി. ആ സഹോദരനാകട്ടെ അമ്മയപ്പന്മാർ മരിച്ചു, സഹോദരങ്ങൾ അവരെല്ലാം നല്ല നിലവാരത്തിൽ. പുള്ളി മദ്യപിച്ച് ഏകദേശം 40 വയസ്സൊക്കെ ആകുന്ന സമയത്ത് തന്നെ അതും ആയില്ല, അതിനുമ്പോൾ തന്നെ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു എന്ന് എന്റെ അറിവിൽ പരിചയത്തിൽ കാണുവാൻ കഴിയുന്നത്. നല്ല നിലവാരങ്ങളുള്ള. അപ്പോ ഞാൻ ചോദിക്കട്ടെ, മദ്യത്തിന്റെ ലഹരി, മദ്യത്തിൻ്റെതായ ആ അവിശ്വതയിൽ കൊണ്ടുവന്ന സ്നേഹിതൻ നമ്മുടെ കുടുംബജീവിതത്തെ തകർത്തിയെന്ന് പൂർണ്ണമായിട്ടും കാണുവാൻ കഴിയുന്നു. കഴിഞ്ഞ നാളുകളിൽ ഒരു പോലീസ് ഓഫീസർ ഒരു സ്കൂളിനകത്ത് ഒരു പ്രത്യേകമായ ഒരു മീറ്റിംഗിൽ വന്നപ്പോൾ പേരൻസിനെയും കുഞ്ഞുങ്ങളെയും വിളിച്ച് അവരോട് പറഞ്ഞു, പ്രിയ പേരൻസ്, നിങ്ങളുടേതായ കുഞ്ഞുങ്ങളുടെ ബാഗുകൾ പരിശോധിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടേതായ വസ്ത്രം നനച്ച് തേച്ച് അത് അലക്കി തേച്ച് നന്നായി കൊടുക്കുന്നു. അവരുടെ ചെരുപ്പുകൾ അവർക്ക് വേണ്ടതെല്ലാം നിങ്ങൾ വാങ്ങിക്കൊടുക്കട്ടെ. എല്ലാം സ്കൂൾ ബാഗ്, എല്ലാം സ്കൂളിൽ പോകാൻ വാഹന സഞ്ചരണം, എല്ലാം അവർക്ക് വേണ്ട എല്ലാം നിങ്ങൾ കൊടുക്കുന്നു. അവർ കൊണ്ടുപോകുന്ന ടിഫൻ ബോക്സ് അത് അവർ കഴിച്ചിട്ട് ആ പാത്രം കൊണ്ടുപോയി നിങ്ങൾ കഴുകിയെല്ലാം ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കാത്ത പോയ ഒരു കാര്യമുണ്ട്. ഓരോ ദിവസവും സ്കൂളിൽ നിന്ന് വരുന്ന നിങ്ങളുടെ മക്കളുടെ ബാഗുകളിനകത്ത് അവരുടെ ബുക്കുകൾ ഓരോന്നായി എടുത്ത് പരിശോധിച്ച് അവരോടൊപ്പം സംസാരിച്ച് എല്ലാം ചെയ്യണം. അവർ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഒത്തിരി ജോലികളൊക്കെ ഉണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെങ്ങനെ ചെയ്യുവാൻ സാധിക്കുമെന്നൊക്കെ ഉള്ള ചോദ്യം അവിടെ വന്നു. അപ്പോ അതെന്താണ് സാറേ അതങ്ങനെ പറയാൻ കാരണം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, 13 വയസ്സായ ഒരു കുഞ്ഞിന്റെ ബാഗിൽ ഒരു ആത്മഹത്യ കുറിപ്പുണ്ടായിരുന്നു. അവൾ മരിച്ച് അവരുടേതായ കേസ് അന്വേഷണത്തിന്റെ കാര്യങ്ങളായി പോകുമ്പോൾ അതിനകത്ത് അവരുടെ ആത്മഹത്യ കുറിപ്പിൽ ഇങ്ങനെ, എന്റെ അമ്മ പോലുള്ള മാരകമായ ലഹരി വസ്തുവിന് ഞാൻ അടിമയായതിന് മുഖാന്തരം എന്റെ ചാരിത്രശുദ്ധി നഷ്ടമായി. അത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം. ആദ്യം ഞാൻ അറിയാതെ, പിന്നെ ഈ ലഹരിക്ക് വേണ്ടിയിട്ട് പലപ്പോഴും ഞാൻ വഴങ്ങിക്കൊടുക്കേണ്ടതായി ഉണ്ടായി. പിന്നെ ഈ ലഹരിക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ, അത് കാശിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ അല്ലെങ്കിൽ അവരെ എന്നിലേക്ക് ആകർഷിച്ച് അങ്ങനെ അനവധി പേരെ അവരുടെ കാശ് വാങ്ങുക മാത്രമല്ല അവരെയും ഇതിന്റെ ഒരു ഏജന്റായിട്ട് ഇങ്ങനെ അവരുടെ മുമ്പ് കൊണ്ടുകൊടുക്കുക സ്ഥിരം പതിവായി. ഈ പ്രായത്തിൽ ഏകദേശം 14 വയസ്സുകളാകുന്നു. ഈ പ്രായത്തിൽ എന്നെ കൊണ്ട് കഴിയുന്നതല്ല
ഇത് ഞാൻ കാരണം മറ്റുള്ളവരെ നശിപ്പിക്കുന്ന ഒരനുഭവം, ഇതുകൊണ്ട് ആരെയും എനിക്ക് പഴി പറയാനിട്ടില്ല എന്ന് പറഞ്ഞ് സ്വയം ജീവനൊടുക്കുന്ന ഒരാത്മഹത്യക്കുറിപ്പ് അതിൽ നേരത്തെ എഴുതി വെച്ചതായി കാണാൻ കഴിയും. അപ്പോൾ നമ്മളെല്ലാം കാര്യം ചെയ്യുമ്പോൾ ഓരോന്നും പരിശോധിച്ചും വിലയിരുത്തുകയൊക്കെ ചെയ്യണം. കുഞ്ഞുങ്ങളോട് സംസാരിക്കണം. ഇന്ന് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരൊറ്റ രോഗമേ ഉള്ളൂ. എന്താ രോഗം? ഡിപ്രഷൻ. എന്റെ നന്നായി സംസാരിക്കേണ്ട മോന്, നന്നായി സംസാരിക്കുന്ന മോൾ ഇപ്പൊ ആരോട് സംസാരിക്കുന്നില്ല. അപ്പോ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർമാരെ കൊണ്ടുപോകുന്നു, ആഹാരം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഇങ്ങനെ കൊണ്ടുപോയി അവസാനം സ്കാനിങ് എടുക്കുക, എക്സ്റേ എടുക്കുന്നു, എല്ലാം എടുത്ത് അവസാനം ഇനി ഒന്നുണ്ട്, കൗൺസിലിങ്ങിനായിട്ടൊന്ന് എഴുതിവിടാം. ഒന്ന് അവിടെ കൊണ്ടുപോയി കൗൺസിലിംഗ് ചെയ്യുമ്പോഴാണ് അവരുടേതായ ഉള്ളിനകത്ത് അവർ ആരായിരുന്നു, എന്തായിരുന്നു, ഏതിലൊക്കെ അകപ്പെട്ടു പോയി എന്ന് കാണാൻ കഴിയുന്നത്. അപ്പോ ഇന്ന് ഓരോ ജോലിയിലെ പ്രൈവറ്റ് മേഖലയിലാകട്ടെ ഗവൺമെന്റ് മേഖലയിട്ട് ഓരോ ജോലിയിലിരിക്കുന്നവരും പ്രത്യേക തല ഗുളികകൾ. ഇത് കാരണം എന്താണ്? അവർക്ക് ഓരോ സമയത്ത് ടെൻഷനാണ്. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നറിയത്തില്ല. മാനസികമായ രോഗം അല്ലെങ്കിൽ മെന്റൽ ഡിപ്രഷൻ, ഇങ്ങനെയുള്ള ചില പ്രോബ്ലം അവർക്ക് വരുന്നു. എല്ലാ കുടുംബത്തിനും പെൺപിള്ളേർക്കാകട്ടെ ആൺപിള്ളേർക്ക് ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ മരുന്നിന്റെ സഹായത്തോടെ, ടാബ്ലറ്റിന്റെ സഹായത്തോടെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്, ഒരു കുടുംബ ജീവിതമാണ് ഇന്ന് ഓരോരുത്തർ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് ആയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വിലയേറിയ സമയം നാം തിരിച്ചറിയേണ്ടതായിട്ട് ഉണ്ട്. ഈ വിലയേറിയ സമയത്ത് നാം ചെറിയ ഒരു പിഴവ് വലിയൊരു ആപത്തിന് കാരണമായി തീരാതെ ഇരിക്കേണ്ടതിനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കണം. ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? രാവിലെ എടുത്ത ക്ലാസ്സുകൾ എങ്ങനെ ഉണ്ടായിരുന്നു? കൂടെയുള്ള കുഞ്ഞുങ്ങളൊക്കെ നന്നായി പെരുമാറിയിട്ടുണ്ടോ? അതെന്തൊക്കെ വേണം? പിന്നെ എന്തൊക്കെ അവർക്ക് ഒന്ന് തലയോടേണ്ട സമയത്ത് അവര് തലയോടണം. മാതാപിതാക്കളാണെങ്കിൽ ഒന്ന് തലയോടുക, ഒരു അമിത്സിംബലമൊക്കെ മക്കൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് സ്നേഹം, നമ്മുടെ അനുസരിക്കുന്ന നെഞ്ചോടെയൊക്കെ ഒന്ന് ചാരി അവരെയൊക്കെ ചേർത്ത് നിർത്തപ്പെടുമ്പോൾ അവർക്കൊരു സന്തോഷം. എന്റെ അമ്മയപ്പന്മാർ എന്റെ ഒപ്പമുണ്ട്, അവരെ മറച്ചൊന്നും എനിക്ക് ചെയ്യണ്ട എന്ന ഒരു ചിന്ത, താല്പര്യം. പ്രിയമുള്ളവരെ, അതിന് നിങ്ങളൊരു അവസരം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ വഴിതെറ്റിപ്പോകാൻ ഇടപെടുകയില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ അക്കൗണ്ടുകൾക്കകത്തേക്ക് ഒത്തിരി ധനങ്ങൾ ഉണ്ട്. 1000-ഓ 50,000-ഓ 1,00,000-ഓ ഒക്കെ വന്നാലും അത് പ്രത്യേകിച്ച് ഡിപ്പോസിറ്റ് അല്ലാതെ നീട്ടിരിക്കും. 5-10 ലക്ഷം ഒക്കെ ചില ആൾക്കാർ. ഒരു കാര്യം മനസ്സിലാക്കണം, ഇതവിടെ ചെയ്യപ്പെടുമ്പോൾ കാണാൻ കഴിയുന്നത് ഈ ഡെപ്പോസിറ്റ് ഒക്കെ ഈ മക്കൾക്ക് ഗൂഗിൾ പേ അതിൻ്റെതായ നമ്പർ എല്ലാം ഉണ്ട്. അവരുടെ അപ്പന്റെ അമ്മയുടെ ഫോൺ കിട്ടുമ്പോൾ അവരുടെ സ്നേഹിതരിലൂടെ ഇതിൽ കിടക്കുന്ന കുറെ ധനം അങ്ങോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യും. ചില അപ്പനും അമ്മയെ ശ്രദ്ധിക്കാറില്ല മെസ്സേജ്, ഞങ്ങൾ ഇത്രയും രൂപ കാശ് കിടക്കുകയാണ്. അതിൽ 10,000, 20,000, 30,000 പോയിട്ടുള്ള മാതാപിതാക്കളുണ്ട്. ഈ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് അവർ ചെയ്യുന്നതിന്റെ കാരണം വിലയേറിയ ഫോണുകൾ, മറ്റുള്ളത്, അതുപോലെ തന്നെ വിലയേറിയ മറ്റു വസ്തുക്കളൊക്കെ അവർ വാങ്ങി ഒക്കെ എടുക്കുന്നു. പക്ഷേ അതൊക്കെ നാശത്തിന് കാരണമായി തീരുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്നേഹിക്കണം, ധനം കൊടുക്കണം. എന്തിനു വേണ്ടി, ഏതാവശ്യത്തിന് വേണ്ടി എന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, നിങ്ങളോട് പറയുവാനുള്ളത് അത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ പൂർണ്ണമായിട്ടും ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇതിനകത്ത് പൂർണ്ണമായിട്ടും അതിൻ്റെതായ ഒരു സംവിധാനത്തിൽ പറയണം. മറ്റൊന്നുമല്ല പറയുവാനുള്ളത്, ഇതിനകത്തുള്ളത് ഈ ലഹരിയിൽ നിന്നെല്ലാം വിട്ടിറങ്ങി മനുഷ്യൻ പറയണം. ഇനി സ്കൂൾ തുറക്കാൻ പോകുന്ന സമയമാണ്. അവിടെയൊക്കെ നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഓരോ തലത്തിലുള്ള ഓരോ പുതിയ തലമുറകളായിട്ട് പുതിയ കുഞ്ഞുങ്ങളായിട്ടൊക്കെ ബന്ധപ്പെടാൻ പോകുന്ന നമ്മുടെ തലമുറകൾ. ഇപ്പോൾ 8ാം ക്ലാസ് 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും +1 +2 ഒക്കെ ആണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള പഠനത്തിൽ പോകുമ്പോൾ വിവിധ ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധപ്പെടും. അവിടെയൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ട് ഉണ്ട് എന്ന് ഞാനിത് പറഞ്ഞു വരുവാൻ കാരണം, വല്ലാത്ത ഒരു കാലഘട്ടത്തിൽ തമിഴ്നാട് ഗവൺമെന്റ് ആകട്ടെ കയറി സ്കൂൾ പരിസരത്തുള്ള 715 അതുപോലെ അമ്പലങ്ങളിലും പള്ളികളിലും സ്കൂൾ പരിസരങ്ങളിൽ 715 ബാറുകൾ പൂട്ടുവാൻ, അവയെ മാറ്റുവാൻ 500 മീറ്ററിന് അടുത്തുനിന്ന് മാറ്റി
കൊണ്ടുപോകുവാൻ കൊടുത്തു. പ്രായോഗികമായവർക്ക് മദ്യം കൊടുക്കരുത് എന്ന് പറയുന്ന സംവിധാനത്തിൽ വന്നു. നമ്മുടെ കേരളത്തിലും അത് സംഭവിക്കട്ടെ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ലോകത്തിൽ പല മതമായ മതഗ്രന്ഥങ്ങളുണ്ടെങ്കിലും എന്നെ ചിന്തിപ്പിച്ചതും എന്നെ മനസ്സിലാക്കിയതുമായ ഒരു ഗ്രന്ഥമാണ് സത്യവേദ പുസ്തകം, വിശുദ്ധ വേദപുസ്തകം, അല്ലെ ബൈബിൾ എന്ന് പറയപ്പെടുന്നു. അപ്പോ ഈ ബൈബിളിൽ അവിടെ കാണുവാൻ കഴിയുന്നത് ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തന്റെ ആത്മാവിനെ നേടിയില്ലെങ്കിൽ എന്ത് പ്രയോജനം? അപ്പോ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു അമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നു, കുഞ്ഞായി, കൈക്കുഞ്ഞായി, ബാല്യപ്രായമായി, യുവാവായി, യുവതിയായി, മധ്യവയസ്കരായി കുറെ കഴിയും മരിച്ചു പോകും. പക്ഷേ അതോടെ തീർന്നയെന്ന്. പഴയ മനുഷ്യന്റെ ശരീരത്തിൽ അതിപ്രധാനമേറിയ ഏക ഒരു ഘടകമാണ് അവന്റെ ആത്മാവ്. അവന്റെ ആത്മാവ് അത് അവനിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മനുഷ്യന്മേൽ തീർന്നു. ചാരത്തിന് ചാരമായി, മണ്ണിന് മണ്ണായി, അത് പൂഴിക്ക് പൂഴിയായി, വെള്ളത്തിലേക്ക് വെള്ളത്തിൽ, പുറമെ കൊത്തിമറിക്കുന്ന അങ്ങനെ എങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. പക്ഷെ ഒരു മനുഷ്യന് ഏറ്റവും വിലയേറിയതായി ഭൂമിയിൽ അവനായിരിക്കപ്പെടുമ്പോൾ അവന്റെ ആത്മാവ് വിലയുള്ളതെന്ന് ഞാൻ പഠിച്ചത് എന്നെ മനസ്സിലാക്കിയ മതഗ്രന്ഥത്തിൽ പറയുന്നു. ഈ ഗ്രന്ഥത്തിൽ പറയുന്ന കാരണം ആത്മാവിനെ നേടുക, മനുഷ്യന്റെ ആത്മാവിനെ നേടിയെടുക്കുക. വെള്ളി പൊന്ന് വിലയേറിയ വസ്തുക്കളെ കൊണ്ടല്ല നേടുന്നത് എന്നും അവിടെ കൊടുത്തിരിക്കുന്നു. അപ്പൊ ചോദിക്കും, അപ്പോ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരറിയുന്നു? നമ്മുടെ എല്ലാ മതഗ്രന്ഥങ്ങളിലും മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും മരിച്ചതിന് ശേഷം ക്രിയാകർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. ക്രിസ്ത്യാനികളാകട്ടെ, മറ്റുള്ളവരാകട്ടെ, ആരാകട്ടെ, അവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് ക്രിയാകർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. അവരുടേതായ അന്നത്തെ ദിവസം, പിന്നെയുള്ള ദിവസങ്ങളിൽ, പിന്നെ ആഴ്ച, മാസം, ആണ്ട് ഒക്കെ ആകുമ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ആത്മശാന്തിക്ക്. പക്ഷെ വിശുദ്ധ വേദപുസ്തകം പറയുന്ന അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതലൊക്കെ വേണം നാം ഓരോരുത്തരും പ്രാപിക്കുന്നതിനായി ക്രിസ്തയേശുവിന്റെ ന്യായാസനത്തിന് മുൻപായി വെളിപ്പെടും എന്ന് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ മരിച്ച മനുഷ്യന് വേണ്ടി നീ പ്രാർത്ഥിച്ചിട്ടോ ക്രിയാകർമ്മങ്ങൾ ചെയ്തിട്ടോ കാര്യമില്ല. അവൻ നന്നായിരിക്കപ്പെടുമ്പോൾ, അവൻ ശരീരത്തോടിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ല കാര്യം അവനെ പിന്തുടരും എന്ന് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഒന്ന് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്കായി നിയമിച്ചിരിക്കുകയും ചെയ്യുന്നു. അന്ന് പറയപ്പെടുമ്പോൾ നമ്മുടെ ശരീരം ലോകത്തിൽ വീക്ഷിക്കും. നമ്മുടെ ആത്മാവിനെ ഏതൊരു മതസ്ഥരാണെങ്കിലും അവിടെ ആത്മാവിന് മരണമില്ല എന്ന് നമ്മെ വെളിപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ ഒരു കാര്യം ദേശത്തോട്, സമൂഹത്തോട് വിളിച്ചമർത്തിക്കുന്നു. നമുക്ക് മദ്യവും ലഹരി പദാർത്ഥവും ഇല്ലാത്ത ഒരു ജീവിതം നയിപ്പാൻ നമ്മുടെ സമൂഹം തയ്യാറാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മാതൃകയാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ, ചെറിയ ലഹരികളോ എന്തെങ്കിലും ഉപയോഗിക്കുന്നതിൽ അത് മാറ്റിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് വാത്സല്യമായി തലോടി അവരെ നേർവഴിക്ക് നയിപ്പാൻ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കപ്പെടുമ്പോൾ നല്ലൊരു അപ്പനായി, നല്ലൊരു അമ്മയായി, നല്ലൊരു സഹോദരനായി, സഹോദരിയായി, നല്ലൊരു റിലേറ്റീവായി നാം മാറിയാൽ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയും. പ്രിയമുള്ളവരെ, നമ്മെ മാതൃക ആക്കുന്ന തലമുറയല്ല നമുക്ക് ആവശ്യം. നമ്മുടെ വേണ്ടാത്ത പ്രവൃത്തികൾ അവർ എടുക്കുന്ന, അത് മാതൃകയാക്കുന്ന അനുഭവസ്ഥരായിട്ട് മാറേണ്ട ഒരു അനുഭവം വരുന്നത്. ഒട്ടനവധി കുഞ്ഞുങ്ങൾ നശിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതെ ഒന്നേ പറയുവാനുള്ള പാപത്തിന്റെ ശമ്പളം മരണം. ഇന്ന് സകല മനുഷ്യർക്കും ഏതെങ്കിലും അറിഞ്ഞോ അറിയാത്ത പാപത്തിൽ മനുഷ്യൻ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഓർപ്പിക്കുന്നു, ആ പാപത്തിൽ നിന്നും നിങ്ങളെ അത് പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൽ നിന്ന് മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, യേശു ക്രിസ്തു എന്നല്ല മറ്റൊരു നാമവുമില്ല. ഈ വൈകിയ വേളയിൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ കരങ്ങളിൽ ബൈബിൾ ഉണ്ടെങ്കിൽ വായിക്കൂ. അല്ലെങ്കിൽ നിങ്ങളുടേതായ ഫോണിൽ അത് പ്രപഞ്ചങ്ങളുടെ ചാനലുകളൊക്കെ നോക്കുമ്പോൾ ഒത്തിരി നല്ല സന്ദേശങ്ങളെ കാണുവാൻ കഴിയും. അല്ലെങ്കിൽ ബൈബിൾ എന്ന് അത് നിങ്ങളുടേതായ യൂട്യൂബിൽ അത് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. വായിച്ചു നോക്കുക. സത്യമാണോ അസത്യമാണോ? നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന, നിങ്ങളെ ബലപ്പെടുത്തുന്ന, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നയിപ്പാൻ മാനപ്രയാസങ്ങൾ, മറ്റു ബുദ്ധിമുട്ടുകളും ഒക്കെ സ്വസ്ഥമായി കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് കഴിയും. കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു,
നിങ്ങൾ ഈ ദേശത്തെ ഈ വൈകിയ സമയത്ത് ഞാൻ ഒത്തിരി ആ ചിന്തകളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ദേശത്തിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും പറയുവാനുള്ളത് സമയം അടുത്തിരിക്കുന്നു. ഇത് ദുഷ്കാലമാകിയ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. മദ്യത്തിൽ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് സ്വതന്ത്രമാകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഈ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളും അസംബ്ലി സഭയുടെ ആശാമ്പള സഭയുടേതായ അഭിമുഖത്തിൽ അത് ഗ്രാമങ്ങളിലും ദേശങ്ങളിലും നാനാഭാഗങ്ങളിൽ കടന്നുപോകുന്ന മദ്യലഹരി ബോധവൽക്കരണ സന്ദേശവുമായി സുവിശേഷത്തിലൂടെ അത് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ വിളിച്ചുണർത്തിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിനെ കൂടുതൽ അറിയുവാനും ഇതിൽ ആ പാപത്തിന്റെ പ്രവൃത്തിയിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ സമയതയായി അത് മതപരിവർത്തനമല്ല, മനുഷ്യന്റെ ഹൃദയത്തിന്റെ രൂപാന്തരത്തിനും ഒരുക്കത്തിനും വേണ്ടിയിട്ട് ദേശനടുവിൽ ഏകദേശം 40 പരം വർഷമായി അത് ഈ ദേശനടുവിൽ സ്ഥിതി ചെയ്യുന്ന ആ ചർച്ചിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്ന ആശാമ്പള സഭ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അതെ, ആരാധനയിൽ വന്ന് അവിടെ ആയിരിക്കുന്ന ദൈവദാസനെ ബന്ധപ്പെടുവാൻ ആ സമയമായി ഉള്ള നിങ്ങളുടേതായ അത് ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒക്കെ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം ദേശത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ